പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടി വിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കൂട്ടിച്ചേർത്തതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാം. ദൈവത്തിൻ്റെ വലിയ കരുണയാലാണ് ഈ പ്രഭാതം കാണുവാനായിട്ട്, ഈ പ്രഭാതത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചത്. ഈ പ്രഭാതത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ അനന്ത നന്മയായ ദൈവത്തിന് നമുക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും സമർപ്പിക്കാം. ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളോടും ചേർന്ന് നമുക്കും ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടുത്തേക്ക് നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. പ്രിയപ്പെട്ടവർ, ഈ പ്രഭാതത്തിൽ ഈ വിരുന്ന് ആസ്വദിക്കാനായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലുള്ള പ്രായമായിട്ടുള്ള എല്ലാ ആളുകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. പ്രായമായിട്ട് നോക്കുവാനായിട്ട് സാഹചര്യമില്ലാത്ത ആളുകൾ, മക്കൾ ഉപേക്ഷിക്കപ്പെട്ട പ്രായമായവർ, അങ്ങനെ വിഷമതകളിലൂടെയും കഷ്ടതകളിലൂടെയും കടന്നു പോകുന്ന പ്രായമായ എല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. മക്കൾ നോക്കാത്തതിൻ്റെ പേരിൽ വൃദ്ധ മന്ദിരങ്ങളിൽ, ആതുര ഭവനങ്ങളിലൊക്കെ കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. അവരെല്ലാവരെയും അവരുടെ ദുഃഖങ്ങളോടും വേദനകളോടും സങ്കടങ്ങളോടും കൂടെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അവരുടെ വിഷമതകളും പ്രയാസങ്ങളും സങ്കടങ്ങളുമെല്ലാം ഏറ്റെടുക്കുവാനായിട്ടുള്ള കൃപയും ശക്തിയും ധൈര്യവും അവർക്ക് നൽകണമേ എന്ന് അവരെ സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകം നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വചനം ശ്രവിക്കുന്നതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഈ പ്രഭാതത്തിൽ ഈശോയ്ക്ക് നമ്മോട് എന്താണ് പറയാനായിട്ടുള്ളത് എന്ന് ശ്രവിക്കാനായിട്ട് താല്പര്യപൂർവ്വം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവവചനം ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമായിട്ടുള്ള കൃപയും ശക്തിയും നമുക്ക് ലഭിക്കുന്നത്. ആത്മാവിൻ്റെ നിറവനായിട്ട് ഇപ്പോഴും നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നേ ദിവസം നമുക്ക് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കുവാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക്
ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങൾ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. യേശു 12 പേരോടുമായിട്ട് ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമിയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തെ വളരെ ആഴമായിട്ട് സ്പർശിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഈശോ ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോഴുണ്ടായ ചില നാടകീയ സംഭവങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു കഥ ഞാൻ ഓർത്തു പോവുകയാണ്. ഒരിക്കൽ ഒരു മലയോര പ്രദേശത്ത് ഒരു സർക്കസുകാരൻ 2 മലകളെ തമ്മിൽ കൂട്ടിമുട്ടിച്ചുകൊണ്ട് ഒരു കയറ് കെട്ടി, എന്നിട്ട് ആ കയറിൻ്റെ മുകളിലൂടെ അദ്ദേഹം നടക്കുമായിരുന്നു. താഴെയാണെങ്കിൽ അഗാധമായ ഗർത്തം. ഇത് കണ്ട ആളുകളൊക്കെ അത്ഭുതപ്പെടുകയും അദ്ദേഹത്തെ പ്രശംസിച്ച് സംസാരിക്കുകയുമൊക്കെ ചെയ്തു. ഒരു ദിവസം അദ്ദേഹം അവരോടൊക്കെ ആയിട്ട് ചോദിച്ചു, ഈ കയറിലൂടെ എനിക്ക് നടന്നു പോകാൻ സാധിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ ഈ കയറിലൂടെ നടക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാണോ എന്ന്. അപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ അത്ഭുതം കണ്ട് പ്രശംസിക്കുകയും ഒക്കെ ചെയ്ത മുൻപിലുണ്ടായിരുന്ന പല ആളുകൾ പോലും പിറകോട്ട് പോവുകയാണ് ചെയ്തത്. അവർ അദ്ദേഹത്തോടൊപ്പം നടക്കുന്നതിനായിട്ട് തയ്യാറായില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കാണാനും അല്ലെങ്കിൽ അവൻ്റെ വാഗ്വിലാസത്തിൽ വിസ്മയിക്കാനുമൊക്കെ നമ്മളൊരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ അവൻ്റെ കൂടെ നടക്കുവാനായിട്ട്, അവനെ അനുഗമിക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നു. ഈശോ ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ നമ്മെ ക്ഷണിക്കുന്നത് അവൻ്റെ അത്ഭുതങ്ങൾ കണ്ട് വിസ്മയപ്പെടാനും അവൻ്റെ വചസ്സുകൾ കേട്ട് അത്ഭുതപ്പെടാനും വേണ്ടിയല്ല, മറിച്ച് അവന് വേണ്ടി നമ്മളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ ക്ഷണിക്കുന്നത്. ഈ സമർപ്പണമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും വേണ്ടത്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ വീണ്ടും കാണുന്നു, ഇത് കഠിനമാണ്. 60-ാമത്തെ വാക്യം, ഈ നിൻ്റെ വചനങ്ങൾ കഠിനമാണ് എന്ന് ജനം പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുക, രോഗശാന്തി നൽകുന്നതിൽ വിസ്മയപ്പെടുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് കാണുമ്പോൾ സന്തോഷിക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും എളുപ്പമാണ്. എന്നാൽ അവനെ പിൻചെല്ലുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് പലപ്പോഴും കഠിനമായിട്ട് തോന്നിയെന്ന് വരാം. യേശുവിൻ്റെ വചനങ്ങൾ കഠിനമാണ്, തീർച്ചയാണ്. എന്താണ് കഠിനമെന്ന് പറയുന്നത്? ശത്രുക്കളെ സ്നേഹിക്കുക, 1 മൈൽ നടക്കാൻ ആവശ്യപ്പെടുന്നവനോടുകൂടി 2 മൈൽ നടക്കുക, മേലങ്കി എടുത്തുകൊണ്ട് പോകുന്നവന് ഉടുപ്പും കൂടി ഊരിക്കൊടുക്കുക, അതുപോലെ തന്നെ 7 അല്ല 70 പ്രാവശ്യം ക്ഷമിക്കുക. ഇതൊക്കെയാണ് ഈശോ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. ഇതൊക്കെ നടപ്പിലാക്കുക, ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത് കഠിനമായിട്ടുള്ള ഒരു കാര്യമാണ്. യേശുവെ പിൻചെല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്നവരിൽ നിന്നും ഈശോ ആവശ്യപ്പെടുന്നത് ഇതുപോലെയുള്ള ഒരു സമർപ്പണമാണ് എന്നാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. യേശുവിൻ്റെ വചനങ്ങൾ കഠിനമായിട്ടുള്ളതുകൊണ്ടല്ല നമുക്കത് കഠിനമായിട്ട് തോന്നുന്നത്, മറിച്ച് നമ്മുടെ ഹൃദയം കഠിനമാണ് എന്നുള്ളത് കൊണ്ടാണ് യേശുവിൻ്റെ വചനങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഠിനമായിട്ട്
നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി 63-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, എൻ്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് എന്ന് ഈശോ പറയുകയാണ്. എൻ്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്ന് ഈശോ പറയുകയാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള യേശുവിൻ്റെ പഠനങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയെ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ശ്രമിച്ചാൽ അതിൽ നമ്മൾ വിജയിക്കണമെന്നില്ല. പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ട് പോയെന്ന് വരും. ആത്മാവിലും സത്യത്തിലും വിശ്വാസത്തോടും കൂടെയൊക്കെ അവനെ വിശുദ്ധ കുർബാനയെ സമീപിച്ചാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ പൊരുള് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി കൊണ്ടുപോകുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ യേശുവിൻ്റെ വചനങ്ങൾ കഠിനമാണ് എന്ന് പറഞ്ഞ് ശിഷ്യന്മാരിൽ ഭൂരിഭാഗവും പോയപ്പോൾ ഈശോ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളും പോകുന്നില്ലേ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ പോകാത്തത് എന്ന് ചോദിക്കുകയാണ്. ഇത് വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നാം. ഏതൊരു നേതാവിൻ്റെയും ശക്തി എന്ന് പറയുന്നത് അണികളാണ്. അണികൾ വിട്ടുപോയാൽ പിന്നെ ആ നേതാവിന് ഒരു വിലയുമില്ല. ഈശോ പോകുന്ന ആളുകളെ ഒരിക്കലും തടഞ്ഞു നിർത്താനായിട്ട് ശ്രമിക്കുന്നില്ല. അവരോട് ചോദിക്കുകയാണ്, നിങ്ങളും എന്ത് പോകാത്തത് എന്ന്. അതായത് അവർക്ക് ഈശോ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്, യേശുവിലൂടെ നിൽക്കുന്നതിനോ അല്ലെങ്കിൽ വിട്ടുപോകുന്നതിനോ വേണ്ടി. മോഹനമായ വാഗ്ദാനങ്ങൾ കൊടുത്ത് ഈശോ അവരെ പിടിച്ചു നിർത്തുന്നില്ല. അവർ പോകുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തൻ്റെ പഠനങ്ങളിൽ തൻ്റെ വാക്കുകളിൽ യാതൊരു വ്യത്യാസവും വരുത്തുന്നതിനായിട്ട് ഈശോ തയ്യാറാകുന്നില്ല. അതാണ് ക്രിസ്തുവിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്കിവിടെ കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. എന്നിട്ട് ഇത് ഈശോ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. കർത്താവെ, ഞങ്ങൾ മറ്റാരുടെ പക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കൽ ഉണ്ടല്ലോ എന്ന്. പത്രോസിൻ്റെ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. ഇതാണ് നിൻ്റെ വചസ്സുകൾ എന്താണ് നിത്യ ജീവൻ്റെ വചസ്സുകളാണ് എന്ന് പത്രോസ് പറയുകയാണ്. പത്രോസ് ഇത് പറയുന്നത്, പത്രോസ് ഈശോ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് വളരെ ഗാഠമായിട്ട് പഠിച്ചതിന് ശേഷമൊന്നും പത്രോസ് പറയുന്ന വചനമൊന്നുമല്ല, മറിച്ച് കർത്താവിനോടുള്ള വലിയ സ്നേഹത്തിൽ നിന്നും വലിയ വിശ്വാസത്തിൽ നിന്നും ഉടലെടുത്ത ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. കർത്താവ്, നിൻ്റെ വചസ്സുകൾ നിത്യജീവൻ്റെ വചസ്സുകളാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. കർത്താവിൻ്റെ വചനങ്ങൾ കഠിനമായിട്ട് നമുക്ക് തോന്നിയെന്ന് വരും. അതിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടെന്നൊക്കെ വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അവസരങ്ങളിൽ പത്രോസിനെ പോലെ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ കർത്താവിനോട് കൂടെ ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? നിൻ്റെ വചസ്സുകൾ നിത്യജീവൻ്റെ വചസ്സുകളാണ്, പിന്നെ ഞങ്ങൾ മറ്റാരുടെ അടുക്കൽ പോകും എന്ന ഒരു ചോദ്യം നമ്മിൽ നിന്നും ഉയരുന്നതിനായിട്ട് നമുക്ക് സാധിക്കുമോ? പ്രിയപ്പെട്ടവർ, ഈ പ്രഭാതത്തിൽ നമുക്കായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വാസവും അനുഭവിച്ചുകൊണ്ട് ദൈവത്തോടുള്ള നമ്മുടെ വിശ്വാസവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് പോകുന്നതിന് നമുക്ക് സാധിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യോസേപ്പ് കാവലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമ്മുടെ കൂടെ എപ്പോഴും സഹായവും സംരക്ഷണവുമായിട്ട് ഉണ്ടായിരിക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും, തിന്മയുടെ പിടിയിൽ നിന്നും നമുക്ക് സംരക്ഷണം ഒരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെയും കുടുംബത്തിൻ്റെ നിയോഗങ്ങളെയും എല്ലാം നമുക്ക് ഇപ്പോൾ
സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനത്തിൽ നിന്നും ജോലിക്കും പഠനത്തിനുമായിട്ട് മാറി താമസിക്കുന്ന ആളുകളുണ്ട്. അവരെ എല്ലാവരെയും കർത്താവിൻ്റെ സംരക്ഷണത്തിനും സ്നേഹത്തിനും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. രോഗത്തിൽ നിന്നും സൗഖ്യം ലഭിക്കുന്നതിന്, ദുശീലങ്ങൾ വിട്ടുപോകുന്നതിന്, സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും കരകയറുന്നതിന്, അങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും അവരുടെ വിശുദ്ധമായ നിയോഗങ്ങളോടുകൂടെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം നമുക്ക് ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ധ്യാന കേന്ദ്രത്തിലൂടെയും ഈ ചാനലിലൂടെയും കർത്താവിൻ്റെ വചനം ലോകത്തിൻ്റെ അറ്റം വരെ പ്രഘോഷിക്കപ്പെടുന്നതിന് ഇടയാക്കണമേ എന്ന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും ഈ ധ്യാന കേന്ദ്രത്തിനും ഈ ചാനലിനും വേണ്ടി ഒരു കൊന്തയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ ധ്യാന കേന്ദ്രത്തിനും ചാനലിനും വേണ്ടി മരിയൻ കൂടാരങ്ങളിലിരുന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങളോട് ചേർന്ന് നമുക്കും ഒരു കൊന്തയെങ്കിലും ചൊല്ലി ഈ ധ്യാന കേന്ദ്രത്തിനും ഈ ചാനലിനും വേണ്ടി പ്രാർത്ഥിക്കാം. Saint Carlo Acutis, pray for us. Saint Carlo Acutis, pray for us. Saint Carlo Acutis, pray for us. ഡിജിറ്റൽ വേൾഡിൽ ഇന്റർനെറ്റിൽ ഈശോയെ തേടി നീ നടന്നു. ഈ ഡിജിറ്റൽ വേൾഡിൽ ഇന്റർനെറ്റിൽ ഈശോയെ തേടി നീ നടന്നു. ചിരിച്ചും കളിച്ചും ആടിയും പാടിയും വിശുദ്ധനായി നീ തീർന്നുവല്ലോ. ചിരിച്ചും കളിച്ചും ആടിയും പാടിയും വിശുദ്ധനായി നീ തീർന്നുവല്ലോ. അനുദിന ജീവിത വീതികളിൽ ഈശോയോടൊത്തെന്നും മുന്നേറുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അനുദിന ജീവിത വീതികളിൽ ഈശോയോടൊത്തെന്നും മുന്നേറുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. Saint Carlo Acutis, pray for us. Saint Carlo Acutis, pray for us. Saint Carlo Acutis, pray for us. തിരുവോസ്തിയിൽ നീ ഈശോയെ ദർശിച്ചു, കുർബാനയെ സ്നേഹിച്ചു ജീവിച്ചു നീ. തിരുവോസ്തിയിൽ നീ ഈശോയെ ദർശിച്ചു, കുർബാനയെ സ്നേഹിച്ചു ജീവിച്ചു നീ. ദിവ്യകാരുണ്യഭക്തി മാതൃകയാക്കി നീ ഈശോയെ കൂട്ടാക്കി കൂട്ടുകാരനാക്കി നീ. ദിവ്യകാരുണ്യഭക്തി മാതൃകയാക്കി നീ ഈശോയെ കൂട്ടാക്കി കൂട്ടുകാരനാക്കി നീ.
ഈശോയോടൊത്തെന്നും ജീവിക്കുന്നു. സെയിന്റ് കാർലോ അക്വിറ്റീസ് പ്രേ ഫോർ us. സെയിന്റ് കാർലോ അക്വിറ്റീസ് പ്രേ ഫോർ us. സെയിന്റ് കാർലോ അക്വിറ്റീസ് പ്രേ ഫോർ us. സുവിശേഷമായി ജീവിച്ചു നീ, ഈശോയോടൊത്തെന്നും ആത്മവിശുദ്ധിയിൽ നീ നടന്നു. സുവിശേഷമായി ജീവിച്ചു നീ, ഈശോയോടൊത്തെന്നും ആത്മവിശുദ്ധിയിൽ നീ നടന്നു. സ്വർഗത്തെ എന്നും ലക്ഷ്യം വച്ചു നീ ഞങ്ങൾക്കായി എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗത്തെ എന്നും ലക്ഷ്യം വച്ചു നീ ഞങ്ങൾക്കായി എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി എന്നെന്നും പ്രാർത്ഥിക്കണേ. സെയിന്റ് കാർലോ അക്വിറ്റീസ് പ്രേ ഫോർ us. 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 പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആശീർവാദം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിനായിട്ട് നമുക്കിപ്പോൾ ശിരസ്സ് നമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. പ്രിയപ്പെട്ടവർ, ഈ പ്രഭാതത്തിൽ എന്നോടൊപ്പം ഈ വിരുന്നിൽ പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നല്ല ഒരു ദിവസവും നല്ല പ്രഭാതവും ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.